വടകരയിലെ ആരോഗ്യരംഗത്ത് പുത്തൻ ചുവടുവെപ്പുമായി ഡോക്ടർ നന്ദിത സർജിക്കൽ കെയർ ക്ലിനിക് വടകരയിൽ തുടക്കമായി. ക്ലിനിക്കിന്റെ ഉദ്ഘാടനം ഡോക്ടർ തുളസിദാസ് നിർവഹിച്ചു. വടകരയിലെ ആരോഗ്യരംഗത്ത് പുത്തൻ ചുവടുവെപ്പുമായാണ് ഡോക്ടർ നന്ദിത സർജിക്കൽ കെയർ ക്ലിനിക് വടകരയിൽ തുടക്കമായിരിക്കുന്നത്. സിറ്റി ഡെന്റൽ ക്ലിനിക് ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ച ഡോക്ടർ നന്ദിത സർജിക്കൽ ക്ലിനിക്കിന്റെ ഉദ്ഘാടനം ഡോക്ടർ തുളസിദാസ് നിർവഹിച്ചു. രോഗം വന്ന് ചികിത്സിക്കുന്നതിനപ്പുറം രോഗപ്രതിരോധവും ബോധവൽക്കരണവുമാണ് ലക്ഷ്യമിടുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. നന്ദിതയുടെ സർജിക്കൽ ക്ലിനിക് ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ്, ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ്. നമ്മുടെ നാട്ടിൽ, പ്രത്യേകിച്ച് നമ്മളെ വടകര ഏരിയയിൽ ജീവിതശൈലി രോഗങ്ങൾ നിരവധിയാണ്. അപ്പോൾ നമ്മൾ രോഗം വന്ന് ചികിത്സിക്കുക എന്നതിനപ്പുറത്തേക്ക് പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് കൂടി പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ഒരു ക്ലിനിക്കാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ബോധവൽക്കരണവും ശരിയായ ഭക്ഷണശീലങ്ങളും വ്യായാമത്തെപ്പറ്റിയും പൊതുവേ ഒരു ബോധവൽക്കരണം ഉണ്ടാക്കി രോഗം വന്ന് ചികിത്സിക്കുന്നതിനേക്കാൾ എത്രയോ ഭേദമാണ് രോഗം വന്നാൽ തന്നെ നമ്മൾ കുറേ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ രോഗത്തിൻ്റെ തീവ്രത കുറക്കാനും കുറേ കാലം വളരെ ചെറിയ ട്രീറ്റ്മെൻറ്റ് കൊണ്ട് തന്നെ കാര്യങ്ങൾ വളരെ ക്വാളിറ്റിയുള്ള ലൈഫ് ഉണ്ടാക്കാനും കഴിയുമെന്നുള്ള ഒരു ബേസിക് മോട്ടോ ആണ് നമ്മളെ ക്ലിനിക്ക് മുന്നോട്ട് വെക്കുന്നത്. അതിനാവശ്യമായ ചികിത്സാ നിർദ്ദേശങ്ങൾ ഇവിടെ നന്ദിതയുടെ ഭാഗത്തും ഗോകുലിൻ്റെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാവുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. ആദ്യം പങ്കെടുക്കുന്ന 100 പേർക്ക് പ്രാഥമിക ലാബ് പരിശോധനയും ഇതും സൗജന്യമായിട്ട് നമ്മളെ ഉണ്ടായിരിക്കും. പിന്നെ താല്പര്യമുള്ള ക്ലബ്ബുകളും സന്നദ്ധ സംഘടനകളുമായിട്ട് സഹകരിച്ചിട്ട് ബോധവൽക്കരണ ക്ലാസ്സും മെഡിക്കൽ ക്യാമ്പും ഇതിൻ്റെ ഭാഗമായിട്ട് സംഘടിപ്പിക്കുന്നതാണ്. എല്ലാ ദിവസവും തിങ്കൾ മുതൽ വെള്ളി വരെ വൈകുന്നേരം 4 മണി മുതൽ 7 മണി വരെയാണ് OP സമയം. മുൻകൂട്ടി ബുക്കിംഗ് സ്വീകരിക്കുന്നത്. ലാപ്രോസ്കോപ്പിക് സർജറി, മൈനർ സർജറി, മുറിവ് പരിചരണം തുടങ്ങിയ ചികിത്സകൾ ക്ലിനിക്കിൽ ലഭ്യമാണ്. ഉദ്ഘാടന ചടങ്ങിൽ ഡോക്ടർ സപ്ന തുളസിദാസ്, ഡോക്ടർ ഗോകുൽ, ഭാസ്കരൻ നമ്പ്യാർ കാരപ്പറ്റ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, മീഡിയ വടകര. വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട്. ബാല്യത്തിൽ എപ്പോഴോ എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ. ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന എന്റെ ഫാമിലി. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ.